അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ എനിക്ക് മക്കൾക്ക് സുഖമാണ്. ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നത്, ഷെഫീന ഒരുപാട് പേരെ ജീവിതങ്ങൾ തകർക്കുന്നുണ്ട്. ഇന്ന് എൻ്റെ മകളെ കൊണ്ട് ചെപ്പീന തിരുവനന്തപുരത്ത് എൻ്റെ ഉമ്മ മന്ദബുദ്ധിയായ എൻ്റെ തള്ള, എന്നെ ജന്മം നൽകിയ തള്ള ഷാനിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയി. ബാലാവകാശ കമ്മീഷനിൽ പോയി. ഈ ബാല എവിടെ നിന്നുണ്ടായി? ഈ ബാലിക എവിടെ നിന്നുണ്ടായി? 10 വർഷം വരെ ചെപ്പീന നീ എവിടെയായിരുന്നു? നീ നാട്ടുകാരെ കാര്യം തിരക്കാൻ നീ ആരടി? രായമ്മേ നീ ആരടി? നീ കുറേ നാൾ കൊണ്ട് എന്നെ തള്ളേനെ വിളിച്ച് അവർ ആസിഡും കുടിച്ച് ഭ്രാന്തും പിടിച്ച് കിടക്കുന്ന സ്ത്രീയാണ് എൻ്റെ തള്ള. എൻ്റെ തന്തേനെയും കൂട്ടി നീ പോ. കണ്ട ലോഡ്ജ് ചോറ് നടക്കുന്ന ചെപ്പീനായ നിങ്ങൾ എന്തിനാണ് കാർ കയറി മോളെ കൊണ്ടിരുത്തിയിരിക്കുന്നത്? നിങ്ങൾ ഇതിനാണ് കുട്ടിയെ സംരക്ഷണം ഏറ്റെടുത്തോണ്ട് പോയത്? സ്ത്രീയെ അപ്പോൾ എൻ്റെ സ്വർണം ചോദിക്കുന്ന മുതലേക്കാണ്. എന്നെ വേണ്ടാന്ന് പറഞ്ഞ് എൻ്റെ മോളെ ഞാൻ 10 വയസ്സ് വരെ നിന്നെ വളർത്തിയില്ലേ? ആരുണ്ടായിരുന്നു നിനക്ക്? ഷാഹിദ ഉണ്ടായിരുന്ന? നീ കാറി കയറി ഇരിക്കുമ്പോഴും നിന്റെ മുഖത്ത് ഫോട്ടോ എടുക്കുമ്പോഴും ഒരു പരിങ്ങൽ കാണുന്നുണ്ടാ? അതെന്തിനറിയാമോ? നിന്നിലുള്ള കള്ളത്തരമാണ് പൊന്നാ. നിന്നെ എത്രയും കാലം ഞാൻ വളർത്തി. ഇവിടെ സ്കൂളുകളൊക്കെ ഉണ്ട്, സോഷ്യൽ മീഡിയ ചെപ്പീനായി രായമ്മയല്ല എൻ്റെ കാര്യം തീരുമാനിക്കുന്നത്. നീ റഹീമിനെ കോണ്ടാക്ട് ചെയ്ത് ഷാഹിദ, അതിൻ്റെ ആവശ്യം എന്തര്? പറ, ആവശ്യം എന്തര്? നിങ്ങൾ എന്താണ് ഈ കളിക്കണേന്ന് അറിയാമോ? എൻ്റെ കുട്ടിയുടെ ഭാവി വെച്ചിട്ടായിരുന്നു ഇത്രയും നിങ്ങൾ കളിച്ചത്. റഹീമിനെ കോണ്ടാക്ട് ചെയ്തതും ബാക്കി കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോയത്. ആ കൊച്ചിനെ സ്കൂളിൽ വിടുന്നില്ല. അല്ലെങ്കിൽ ഇന്ന് ഇതിവിടെ ബാലസംരക്ഷണ സമിതി പോയി നിങ്ങളെല്ലാവരും കൂടെ ഫോൺ വിളിക്കുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഈ തള്ളേരെ ഒരൊറ്റ ഫോൺ വിളിയിലാണ് ചെപ്പീനായി രായമ്മയും ഇത്രയും കിടന്ന് കളിക്കുന്നത്. എൻ്റെ മോളെ കൈ കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടല്ലോ. കാറിൽ ബീൻ്റെ രായമേരെ മോളെ കൂടെ എൻ്റെ മോളിരിക്കുന്ന ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. എനിക്കൊരു കുട്ടി അയച്ചു തന്ന്, ട്രിവാൻഡ്രമുള്ള എൻ്റെ തള്ളയുണ്ട് ഇപ്പുറത്ത്. ഞാൻ എൻ്റെ കുടുംബക്കാരുടെ അടുത്ത് ചോദിക്കുകയാണ്, എൻ്റെ കുടുംബക്കാരെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുട്ടീനെ ഞാൻ ഇത്രയും കാലം വളർത്തി, നിങ്ങൾ ആരെങ്കിലും എനിക്ക് 1 രൂപ തന്നിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ തിരുവനന്തപുരത്ത് ഇവളെയും കൊണ്ട് എൻ്റെ മോളെയും കൊണ്ട് കണ്ട ലോഡ്ജുകളിലും അവിടെയും കിടക്കുന്നവളെ കറങ്ങാൻ വേണ്ടിയിട്ടാണല്ലേ നിങ്ങൾ അവകാശം മേടിച്ചത്? ഞാൻ വരുന്നുണ്ട്, ഞാൻ ഇറങ്ങുന്നുണ്ട്, സമൂഹത്തിൽ ഞാൻ ഇറങ്ങുന്നുണ്ട്. ഷാൻ എന്താണ് ചെയ്തതെന്നും എങ്ങനെയാണ് ചെയ്തതെന്നും പല വീഡിയോസിലും പല അപമര്യാദയായ വേർഡ്സുകളും എൻ്റെ കൊച്ചിനെ കുറിച്ച് ഉപയോഗിച്ച് നിങ്ങളെ കാരണമാണ് എൻ്റെ ജീവിതം മൊത്തം ഇങ്ങനെ തൊലഞ്ഞത്. ഷാഹിദ എന്ന് പറയുന്ന സ്ത്രീയെ കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറയുമ്പോൾ, ഇതുവരെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലോ കയറാത്ത ഒരു കുട്ടിയാണ്. അവൾക്ക് എന്ത് ഇൻസിഡൻ്റ് ആണ് ഉണ്ടായത്? ബാലാവകാശ കമ്മീഷൻ ആണെങ്കിലും ഏത് കമ്മീഷൻ ആണെങ്കിലും എന്താണെങ്കിലും കുട്ടികൾ എൻ്റെ കൂടെ സുരക്ഷിതമാണ്. ഒന്നി പേഴ്സണലി അറിയണം ചെപ്പീനാക്ക്, അല്ലെങ്കിൽ രായമ്മയ്ക്ക് അറിയണം. ഈ തള്ള ഭ്രാന്തി വിളിച്ച് പറയുന്ന കാര്യങ്ങളും കേട്ട് തള്ളയ്ക്ക് പണ്ടേ ഭ്രാന്താണ്. ആസിഡ് എടുത്ത് കുടിച്ച് നമ്മളെ ചെറുപ്പകാലത്തൊന്നും നോക്കിയിട്ടില്ല. കല്ലുറക്കി പാറക്കെട്ടിൽ പോയി ഇരിക്കും പാതിരാത്രി, കല്ലുറക്കി അറിയും നമ്മൾ തിരിച്ച് കരഞ്ഞുകൊണ്ട് വാപ്പുമാരെ വേക്കി കൂടെ ഓടും. ഈ വാപ്പ എന്നെ എത്ര സംരക്ഷിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതങ്ങളെ മൊത്തം തൊലച്ച് എന്നിലുള്ള എല്ലാം തട്ടിയെടുത്തു. ഇനി എൻ്റെ ഉണ്ട് ഈ വീടും പെരയുടെ മാത്രം എനിക്ക് തന്ന നടവഴിയുള്ളായിരുന്നു. ചെപ്പീനാരുടെയും രായമേരുടെയും കാറിൽ കയറാൻ നിങ്ങൾ ആരാണ്? ഷാഹിദ എൻ്റെ മകളെയും കൊണ്ട്. ഷാഹിദ എൻ്റെ ആരാണ്? എൻ്റെ മോളെ എന്ത് ഇൻസിഡൻ്റ് ആണ് ഉണ്ടായത്? എൻ്റെ മോള് 11 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷേ എന്താണ് ചെയ്തേക്കുന്നത്? കേസ് മുന്നോട്ട് പോവുക. രായമേരുടെയും മറ്റേ ചെപ്പീനാരുടെയും കൂടരുതെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്നെ പറഞ്ഞു അവൾ അങ്ങനത്തോളാണ് ഇങ്ങനത്തോളാണ് മറ്റോളാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ ബന്ധം പുലർത്തി. ഒരു അനിയനിക്ക് പെണ്ണ് കിട്ടേണ്ടിയുള്ളതല്ലേ? നിങ്ങൾ ഈ ചൈൽഡിൽ കൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങുന്നത് എന്തിനാണ്? നിങ്ങൾ ചൊവ്വായിരുന്നാ? നിങ്ങൾ ആരെ സ്നേഹിച്ചിട്ടില്ലേ? എൻ്റെ വാപ്പ ഇരിക്കവേ ഞാൻ ഒരു ഭർത്താവില്ലാത്തപ്പോഴാണ് ഒരാളെ സ്നേഹിച്ചെടുത്തത്. പഠിക്കുന്ന കാലത്ത് എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ സ്നേഹവും ഇഷ്ടങ്ങളൊക്കെ വരും. ഞാൻ വേറെ ആരെയും പ്രേമിച്ചിട്ടില്ല, വേറെ ആരെയും എന്നെ തിരക്കി വന്നിട്ടില്ല വീട്ടിൽ. എൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നല്ലോളായിരുന്നാ? ചെപ്പീനാൻ്റെയും രായമേൻ്റെയും കൂടെ കയറ്റി വിടണെന്തിന് എൻ്റെ കുട്ടീനാ? നിന്റെ മോനിക്കൊരു പെണ്ണ് കിട്ടാത്ത എന്താ? നിന്നെ കാരണമല്ലേ ആ പെണ്ണ് ഓടി വീടും വെച്ച് മാറിപ്പോയത്. നിന്റെ കൂടെ ആരെങ്കിലും പൊറുക്കോ സഹിക്കോ? സ്വന്തം മോക്ക് പറ്റുന്നില്ല.
കൊച്ചിനെയും കൊണ്ട് ഉടനെ ചെപ്പീനാൻ്റെ കാറിൽ കയറി എന്നിട്ട് സെൽഫി എടുത്തേക്കണ്. ഫോട്ടോ കാണണോ പബ്ലിക്കിൽ? 11 വയസ്സുള്ള ഇവളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഒരു ഉണ്ട ചോറിന് നന്ദിയാണ് ഈ ഒരു പെൺകുട്ടിയെ. നീ 10 വയസ്സായ നിന്നെ ഇത്രയും കൊടന്ന് നോക്കി കണ്ട് ഇതെല്ലാം ഞാൻ ചെയ്ത് ഇപ്പം തന്നെയല്ല സോഷ്യൽ മീഡിയയിൽ വന്നത്. ബാക്കി 8 വർഷം. ഓക്കെ, 8 വർഷം നിന്നെ ആര് വളർത്തിയടി? ഒരു ഉമ്മ എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കണ്, ആരുണ്ടായിരുന്നു നിനക്ക്? എനിക്ക് വേറെ ഒന്നും പ്രശ്നമില്ല. നിങ്ങൾ ഏത് ബാലാവകാശ കമ്മീഷനല്ല എവിടെ കൊണ്ടുനടാ. പക്ഷെ രായമേനെ ചെപ്പീനായും തള്ളെ നീ കൂട്ടുപിടിക്കുന്ന എന്തിന്? കാരണം നീ പിഴയായതുകൊണ്ട് നിനക്ക് പിഴച്ചികളെ കിട്ടുള്ളൂ. നീ പിഴയായതുകൊണ്ട്. ഞാൻ ജന്മം നൽകിയ മകളാണ്. എനിക്ക് നിന്നിലൊരു ബന്ധം ഇല്ലെങ്കിൽ പിന്നെ എൻ്റെ മോളിൽ എന്താണ് ബന്ധം? റഹീമിൻ്റെ മകളാണെന്ന് എവിടെ തെളിവുണ്ട്? ബർത്ത് സർട്ടിഫിക്കറ്റിലേ ഉള്ളൂ. നീ തന്നെ കഴിഞ്ഞ വോയിസിൽ പറയുന്നുണ്ട് ഞാൻ കുറേമാരുടെ ലോഡ്ജിൽ പോയിട്ടുണ്ടെന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിലാ ഞാൻ അവളാ? അവൾ എങ്ങടോ ഇല്ലാതെ കിടക്കുന്നോളടുത്ത് കൊണ്ട് കയറണ് തള്ളാച്ചി. എന്തായാലും ഞാൻ ഒരു ഭർത്താവിരുന്നപ്പോൾ വേറൊരു തന്നെ ഞാൻ പിടിക്കാൻ പോയിട്ടില്ല. നീ എടുത്തോ അവളാ. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ മെസ്സേജ് അയപ്പിച്ച് എൻ്റെ ഷാൻ്റെ ഫോണിൽ അയക്കുമ്പോൾ ഷാൻ തിരിച്ചയക്കുമെന്ന് വിചാരിച്ചാ, അല്ലെങ്കിൽ ഷാൻ എന്തെങ്കിലും അവളടുത്ത് പറയുമെന്ന് വിചാരിച്ചാ, 2 ഫോൺ കൈകാര്യം ചെയ്യുന്ന ഞാനാണ് വിചാരിച്ചാ നീ? നിനക്കിനിയിപ്പോൾ ബാക്കി നീ എല്ലാവരുടെ അടുത്തും പറഞ്ഞു ബാക്കി കുറച്ചും കൂടെ ഉണ്ട്, നിനക്ക് തരാൻ ഞാൻ കുറച്ചും കൂടെ ബാക്കി, കേട്ടാ? നൗഫലും അവനൊന്നും ഇല്ലേ, മിസ്സബൊന്നും ഇല്ലേ അവിടെ? ഈ തള്ളേനെ അടിച്ചു ഒതുക്കാൻ എനിക്ക് വേണ്ട അവളാ. പിന്നെ എൻ്റെ മോളെ എന്തിനു കൊണ്ട് കിടക്കണം നീ? അവളെ മുഖത്തെ കള്ളത്തരം കാണാൻ അവൾ കുനിഞ്ഞു നോക്കി നടന്നു പോവുള്ളൂ. 11 മണിക്ക് എനിക്ക് മെസ്സേജ് ഇട്ടേക്കണ്, നിന്റെ ആരുമല്ല ഞാനെന്ന്. എടി ഇത്രയും കാലം ആരടി വളർത്തിയ നിന്നെ? ഇത്രയും കാലം ആര് വളർത്തി? റബ്ബർ ബാലിൻ്റെ ഇടയിലും കിടന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്ക് നിനക്ക് എൻ്റെ കടബാധ്യത അറിയാമോ? 10 വയസ്സായി നിന്നെ ഞാൻ കേട്ട് കേൾപ്പിക്കുന്ന എന്തെങ്കിലും ഞാൻ നിന്നെ കേട്ട് കേൾപ്പിക്കുന്ന? എന്തുകൊണ്ട് ആണുങ്ങൾ ആരും ഇറങ്ങുന്നില്ല ഇതില്? തള്ളേനെ നിലക്കീർത്ത് ആരുമില്ലേ? ഒരു വാപ്പ അവിടെ കിടപ്പുണ്ട്, ജന്മം നൽകിയ ഒരാൾ. അതിനൊരു വിലയില്ല, ഗുണവും ഇല്ല, ഒരു മണവും ഇല്ല. ഇങ്ങനെയൊക്കെ നടക്കുന്ന ഭർത്താവിനെ വില വയ്ക്കാതെ നടക്കുന്ന നീയൊക്കെ എവിടെ കേസ്? എന്ത് കേസ്? ബാലാവകാശ കമ്മീഷൻ നമ്മളിത് ഇറങ്ങുന്നുണ്ട്, ഞാൻ ഷാനും ഇറങ്ങുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് നമ്മളെ വീഡിയോയിലും ഫോണിലും എല്ലാ തെളിവുകളും കിടപ്പുണ്ട്. നീയൊക്കെ എത്ര ഡിലീറ്റ് ചെയ്താലും അറിയാമോ? ഒരു സ്കൂളിൽ നിന്ന് മൊഴിയെടുക്കും, ബാക്കി കാര്യങ്ങളെല്ലാം എടുക്കും. നീ എന്നെ ഒരു ഭർത്താവിൻ്റെ കൂടെ പോലും നീ ജീവിക്കാൻ സമ്മതിച്ചില്ല. എന്നെ ആദ്യ രാത്രി പോലും നീ കഥവ് കയറി അടച്ചപ്പെടുന്ന സമയത്ത് പറയണ് എന്താണ് ഇപ്പോഴേ കയറി മാപ്പിളയുടെ കൂടെ ഉറങ്ങാൻ പോണാന്ന്. ഈ സ്ത്രീ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്. ഒരു ഭർത്താവിൻ്റെ കൂടെ പോലും ഒരു പുറത്തു പോലും എന്നെ പോകാൻ സമ്മതിക്കൂല. എവിടെ എത്തി? ഷംസിനെ കല്ലുമണ്ണ് വാരി എറിഞ്ഞ് പ്രസവിച്ചിടുന്ന സമയത്ത് രാത്രിയൊക്കെ ഷാൻ അതുപോലെ ഓട്ടിക്കാന്ന് വിചാരിക്കുന്നു. നീ റഹീമിനെ എടുക്കണമെങ്കിൽ നീ എടുത്തോ ഷാഹിദ, നിനക്കാണ് പറ്റിയത് റഹീം, എനിക്കല്ല. നീ ഇനി മോളെയും കൊണ്ട് നീ അവകാശം മേടിച്ചു. കുടുംബജീവിതം രേണു സുധീൻ്റെ മകനെ പിരിച്ചു. ഇതുപോലെ ഈ ചെപ്പീനാക്ക് എന്തൊരു കാര്യം ഇതിനകത്ത്? എടി നിന്റെ മോൻ എന്തെങ്കിലും പെണ്ണ് കിട്ടാത്ത കാരണം ഇതാണെടി, നിന്റെ ഓരോ തള്ളമാരെ പ്രാക്ക്. പെണ്ണ് കിട്ടുന്ന നിന്റെ മോൻ മൂക്കി പല്ലും മുടച്ചും 10-31 വയസ്സായിട്ട്. എൻ്റെ തള്ളക്ക് 51 വയസ്സിൽ എന്തേൻ്റെ കുഴപ്പമാണ്? തള്ള ആമക്കൾ പറയണ കേൾക്കണേ, 2 വസ്തുവും ജപ്തിയായി കിടക്കണ്. തള്ളക്ക് അതൊന്നും തീർക്കാൻ നേരമില്ല. കണ്ട അപരാധികളൂടെ അങ്ങ് നടക്കുകയാണ് നേരം കിടത്തോട്ട് കാറിൽ. ഒരു തന്തേന്ന് പറയണ ഒരെണ്ണത്തിന് ചോറും വെച്ച് കൊടുത്ത് അവിടെ പട്ടിയെ പോലെ ഇട്ടിട്ടുണ്ട്. അതിന് വല്ലതും വന്നു പോയാൽ അവിടെ ആരുമില്ല, അവിടെ മരിച്ചു കിടക്കും. ഹോ, ചൈൽഡിൽ പോയേക്കണം. ചൈൽഡ് ഇപ്പം എവിടെ നിന്ന് ഇറങ്ങി? ഞാൻ പെറ്റപ്പോൾ ചൈൽഡിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞാണ് ഞാൻ പെറ്റത്. മസ്റൂറ, നീ ഇതിനൊക്കെ ഉണ്ടല്ലേ മസ്റൂറ? ഇല്ലാത്ത കാര്യങ്ങളല്ലേ ഇത്രയും കിടന്ന് ഈ കഷ്ടപ്പെടുത്തുന്നത്. ഈ തള്ള ഭ്രാന്തിയെ കാരണം. തള്ള ഇതുപോലെയാണ് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ വരും കുട്ടികളുടെ വിലക്കായി. ഇപ്പോഴും ഞാൻ പബ്ലിക്കിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ പിഴയെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ എന്നെ വാഗൊണ്ടല്ലേ പിഴയെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ വേറൊരാളൂടെ കഴിഞ്ഞത് കണ്ടിട്ടില്ലല്ലോ. ഭർത്താക്കന്മാരോട് കഴിഞ്ഞതല്ലേ കണ്ടിട്ടുള്ളൂ. നിങ്ങളെ പറഞ്ഞ നിൽക്കാതെ നടത്തിയിട്ടില്ല. എൻ്റെ മാനനഷ്ടത്തിനെ രായമ്മയും ചെപ്പീനായും കണക്ക് പറയണം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മാനാണ് ഈ പബ്ലിക്കിൽ ഇട്ടിട്ട് ഇതാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടാ ഷാഹിദ, നിൻ്റെ അടുത്ത് നിൻ്റെ മകനും നിൻ്റെ മൂത്ത മകനൊന്നും തിരിഞ്ഞു നോക്കാത്തത് നിൻ്റെ കൈയിരിപ്പുണ്ട്, അറിയാമോ? നീ ആസിഡ് കുടിച്ചപ്പോഴത്തേക്കും ആരുണ്ടായിരുന്നു? നിനക്ക് പാമ്പ് കുത്തിയപ്പോൾ ആരുണ്ടായിരുന്നു?
നീ ഒരു തള്ളയാണാ? നീ തള്ളയാണാ? നീ ഇവിടെ നിന്ന് കടയ്ക്ക് പോയി ഉമ്മച്ചിമാരുടെ പോകും. അന്ന് ചെറുതാണ് ഞാൻ, വാപ്പുമാരെ വീട്ടിലാണ്. ഒരു ബസ്സിലേ കയറുള്ളൂ. അതൊക്കെ മറന്നുപോയാ? പണ്ടൊരു SKV എന്ന് പറഞ്ഞ ബസ് ഉണ്ടായിരുന്ന അങ്ങക്ക് അറിയായിരുന്നാ? നീ എൻ്റെ മോളെ വെച്ച് കളിക്കാതെ നീ കൊണ്ടുചെന്ന് ഞാനും നീയും കൂടെ തമ്മിൽ ഏറ്റുമുട്ടാം. നീ കേസ് കൊടു. ഷാഹിദാരുടെ അടുത്താണ് ഞാൻ പറയണ. നീ കേസ് കൊടു. നീ ഒരു മോനൊരു കല്യാണം ഉറപ്പിച്ച് വെച്ച് ആ ബന്ധം നീ തകർത്ത് നീ ആയിട്ട് വിളിച്ചു എടുത്തും പ്രശ്നങ്ങൾ. മൂത്തത് കല്യാണം കഴിച്ച് കിടന്നപ്പോഴത്തേക്ക് ഒരുപാട് പ്രസവിച്ച് കിടന്നപ്പോൾ ഒരുപാട് പ്രശ്നം നീ ഉണ്ടാക്കി. ഹോസ്പിറ്റലിൽ വരാം ESAയിൽ. ആ പെണ്ണിനെ സമാധാനം കൊടുത്തിട്ടില്ല. ആരുണ്ടായിരുന്നു ഒത്തുതീർപ്പിന്? ഞാനേ ഉള്ളായിരുന്നു. അടങ്ങടി ഷാഹിദ, നീ അടങ്ങ്. യൂട്യൂബിൽ കൂടെ എന്തെന്നാ പറയണത്? നിന്റെ കൊച്ചിനെ ചെപ്പീനാൻ്റെ കാറി കയറ്റി നീ ഇരുത്തിയല്ലേ? അടിഞ്ഞാടി നടക്കണോളാ കയറ്റി ഇരുത്തിയല്ലേ നീ? അവളാര്? അവൾക്ക് നിയമം കൊടുത്ത്? അവൾക്ക് എന്ത് വിദ്യാഭ്യാസമാണ്? ടെക്നോ പാർക്ക്, ഒരു ടെക്നോ പാർക്കെന്ന് പോലും പറയാറുകൂടാതെ നമ്മളും ഇറങ്ങിയാണ്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയണം. എടി ഈ ഷാഹിദ, നീ കേട്ടോ, ഈ സോഷ്യൽ മീഡിയയിൽ അനാവശ്യ വേർഡ് ഉപയോഗിച്ച് ഈ കൊച്ചിൻ്റെ ഭാവി നീ തുലയ്ക്കാനാണ് നിൽക്കുന്നത്. ഈ രണ്ടൊരുത്തിയും കാരണം. എടി നിന്റെ വയറ്റിൽ നിന്ന് ഒരു നേരമെങ്കിലും നീ പാലെടുത്ത നന്ദി എൻ്റെ കൂടെ നീ കാണിക്കാത്തെന്തടി? നീ അല്ലേ എന്നെ പബ്ലിക്കിൽ എന്തരാണ് മറ്റേ മോള് എന്ന് പറഞ്ഞത്? ആരടി രായമ്മ നിന്റെ? നീ ഒരുമ്പെട്ട് ഇറങ്ങടി. ഞാനും ഇറങ്ങാൻ പോവുകയാണ്. നീ ഒരുമ്പെട്ട് ഇറങ്ങ്. നീ കണ്ണീര് പൊഴിക്കും ഷാഹിദ, നീ കണ്ണീര് പൊഴിക്കും. നീ എൻ്റെ കൊച്ചിനായിട്ട് നീ ഇത്രയും കിടന്ന് കടം കൈ കാണിക്കുന്നത്. ആ കൊച്ച് നല്ല രീതിയിൽ പഠിച്ചിവിടെ നിന്നതാണ്. നിൻ്റെ അടുത്ത് പറഞ്ഞ് രാത്രി വന്ന് അവിടെ കിടക്കും. അപ്പം ഷാം വന്നപ്പോൾ അവൾക്ക് പൊള്ളി. മോള് മാപ്പിളയിലൂടെ കഴിഞ്ഞൂടാ, ഉമ്മാക്ക് മാപ്പിളയിലൂടെ കഴിയാം. വ്യക്തിവൈരാഗ്യങ്ങൾ നിന്നെ വെച്ചിട്ടുണ്ട് ഷാഹിദ. ഞാൻ നിന്നെ വെറുതെ വിടൂല ഞാൻ. നീ നോക്കിക്കോ. നീ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിട്ട് നീ എന്തൊരു പൊലമ്പണ? അടങ്ങടി. പ്രായം 19-25 വയസ്സായില്ലേ? ഇതുവരെ തീർന്നില്ലേ നിൻ്റെ മറ്റത്?